അപ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതാണ് എപ്പോഴും. നമ്മൾ വർക്കിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും ഇവിടേക്ക് രാവിലെ തന്നെ വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരുമിച്ചുള്ള കുറെ സംസാരങ്ങൾ, നമ്മളെ കേൾക്കാനും നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ട് തരാനും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഐശ്വര്യക്ക് റിസൾട്ട് കിട്ടി. ഓക്കെ, ഈ റിസൾട്ട് കിട്ടിയിട്ട് ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്താണ്? എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഈ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ക്ലബ് അറ്റ്മോസ്ഫിയർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഞാൻ വർക്കിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതാണ് എപ്പോഴും. നമ്മൾ വർക്കിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും ഒരുപാട് സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഇവിടേക്ക് രാവിലെ തന്നെ വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരുമിച്ചുള്ള കുറെ സംസാരങ്ങൾ, കളി, ചിരി, വർത്താനങ്ങൾ, മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് വേൾഡിലെ നമ്പർ 1 ന്യൂട്രീഷൻ എടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അതും ഒരു എഡ്യൂക്കേഷന്റെ സഹായത്തോട് കൂടിയിട്ട്. ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷന്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒറ്റയ്ക്കായ പോലത്തെ ഫീല്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തോന്നുമ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ട് തരാനും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഒരുപാട് പേര് നമ്മളെ കേട്ടിരിക്കുക, നമ്മൾക്ക് വേണ്ട കരുതൽ തരാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടിയത്. ഒരുപാട് പലരും പറഞ്ഞേക്കാം ഇതൊരു എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു എക്സ്പെൻസ് ആയിട്ടല്ല തോന്നിയിട്ടുള്ളത്. എന്റെ ബോഡീനെ ആയാലും ശരി, മൈൻഡിനെ ആയാലും ശരി, ഒരുപാട് എനർജറ്റിക് ആയിട്ട് ഒരു ഓൾ ഡേ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാനിവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം.